back to Xylem Learning. It's me, Mufida. മക്കളെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വർക്ക് ആൻഡ് എനർജി എന്ന് പറയും നമ്മൾ അടിപൊളി സൂപ്പർ സിമ്പിൾ ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 MCQs നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഫോഴ്സ് ആക്ടിങ് ഇൻ എ ബോഡി ആൻഡ് കോസസ് നോ ഡിസ്പ്ലേസ്മെന്റ്, അവിടെ എന്തില്ലടാ? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള വർക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വർക്ക് ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? W is equal to F into SF എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആണ്, S എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയാണ് there is no displacement, that is S 0 ആണ്. അങ്ങനെയാണെങ്കിൽ work done should be 0. Okay, simple അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റ് ഇൻ മോഷൻ കോസസ് എനർജി. യെസ്, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു എനർജി ഉണ്ടാവും ആൻഡ് ദാറ്റ് എനർജി ഈസ് നോൺ ആസ് കൈനെറ്റിക് എനർജി അല്ലേ? സെറ്റ് ആണല്ലോ, ഇതാണ് കൈനെറ്റിക് എനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്റ്റോർഡ് ഇൻ എ ഡാം? ഡാമില് അല്ലെ വാട്ടർ ഇങ്ങനെ ഭയങ്കര ഹൈറ്റിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് നെഗറ്റീവ് വർക്ക്. നെഗറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ, നമുക്കറിയാം അവിടുത്തെ കേസിൽ ദി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. നെഗറ്റീവ് വർക്ക് എന്ന് പറയണമെങ്കിൽ തന്നെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആയിരിക്കണം അല്ലേ? ഒരാൾ അങ്ങോട്ടും മറ്റേ ആൾ ഇങ്ങോട്ടും ആയിരിക്കണം. ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഷുഡ് ബി 180 degrees. So here we have option D is the right answer. Okay, next question. A car is accelerated on a level road. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും വലിയ ടെൻഷൻ അടിക്കുന്ന ക്വസ്റ്റ്യൻ, പക്ഷെ നിങ്ങളത് വായിച്ച് നോക്കുമ്പോൾ ഇത്ര സിമ്പിൾ ആയിരുന്നോ നമുക്ക് തോന്നിപ്പോകും. സോ അതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A car is accelerated on a level road and attains a velocity 4 times of its initial velocity. ക്വസ്റ്റ്യൻ ഇതാണ്, in this process the potential energy of the car. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? എന്താ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്? കാറിൻ്റെ ആക്സിലറേഷൻ അല്ല, നമ്മൾ കാറിൻ്റെ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? mgh ആണ് അല്ലേ? അതിലെവിടെയെങ്കിലും വെലോസിറ്റിനെ കുറിച്ച് പറയുന്നുണ്ടോ? അല്ലേ? അവിടെയുള്ള ആകെ ആക്സിലറേഷൻ, മോഷൻ്റെ ഒരു പ്രധാന ആളാണ് ആക്സിലറേഷൻ എന്ന് പറയും. ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ന് പറഞ്ഞാൽ ഓൾവേസ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെലോസിറ്റിന്റെ ഒരു മാറ്റവും പൊട്ടൻഷ്യൽ എനർജിയിൽ ഒരു ചേഞ്ചും കൊണ്ടുവരത്തില്ല. സോ ഡസ് നോട്ട് ചേഞ്ച് എന്നാണ് ആൻസർ വരട്ടോ. ഡസ് നോട്ട് ചേഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an iron sphere of mass 10 kilogram has the same diameter as an aluminum sphere of mass 3.5 kilogram. ഓക്കെ, രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒന്ന് അലൂമിനിയം കൊണ്ടും ഒന്ന് അയൺ കൊണ്ടും ഉണ്ടാക്കിയതാണ്. ബോത്ത് സ്ഫിയേഴ്സ് ആർ ഡ്രോപ്ഡ് സൈമൾട്ടേനിയസ്ലി ഫ്രം എ ടവർ വെൻ ദേ ആർ 10 meter above the ground and they have the same. അവർക്ക് എന്താ സെയിം ഉണ്ടാവുക? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 2 ഒബ്ജക്ട്സ് ഉണ്ട് അല്ലേ? ഓക്കെ, നമ്മൾ രണ്ടിനും 10 meter ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അവരുടെ ചേഞ്ച് എന്താ? അവരുടെ മാസ് ഡിഫറെൻ്റ് ആണ്. ഒരാൾ 3 kilogram, ഒരു 10 kilogramഉം ഒരാൾ 3.5 kilogramഉം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്ക് they have the same. എന്താ സെയിം ഉണ്ടാവുക? മൊമെന്റം സെയിം ആവോ? ഇല്ല. മൊമെന്റം എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് ഡിഫറെൻ്റ് ആണല്ലോ. സോ ദ മൊമെന്റം വിൽ ബി ഡിഫറെൻറ്റ്. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി mgh അഗെയിൻ അല്ലേ? മാസിൽ ഡിഫറൻസ് വരും. ആൻഡ് ദ കൈനറ്റിക് എനർജി ½ mv², അഗെയിൻ ഡിഫറൻസ് വരും. ആൻഡ് ഒരിക്കലും ചേഞ്ച് ഇല്ലാത്ത ആളെന്ന് പറഞ്ഞാൽ ഇവിടെ ആരായിരിക്കും? ആക്സിലറേഷൻ ആയിരിക്കും. ഏതാണടാ? ആക്സിലറേഷൻ. ഓക്കെ, സെറ്റ് ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വർക്ക് ഡൺ ഓൺ ഒബ്ജക്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി. എവിടെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? മനസ്സിലാക്കണം. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ആട്ടോ. വർക്ക് ഡൺ നമ്മൾക്ക് അറിയാം ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ദി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ദ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ് ണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് വർക്ക് എന്ന് വിളിക്കും. ഒരാൾ ഇങ്ങോട്ടും അല്ലേ? അതായത് അവർ തമ്മിൽ 180 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് വർക്ക് എന്നൊക്കെ വിളിക്കും. അങ്ങനെയാണെങ്കിൽ അല്ലെ, അപ്പൊ നമുക്കറിയാം ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഡിപ്പെൻഡ് അല്ലെ, നമ്മളോട് ചോദിക്കുകയാണ് ഡിപ്പെൻഡ് ചെയ്യാത്ത ആളെന്ന് പറയുമ്പോൾ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോഡി ഈസ് ഫാളിംഗ് ഫ്രം എ ഹൈറ്റ് h. ഓക്കെ, ആഫ്റ്റർ ഇറ്റ് ഹാസ് ഫാളൻ എ ഹൈറ്റ് h/2.
will possess. മക്കൾ മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കയ്യിലൊരു ഒബ്ജക്റ്റ് ഉണ്ട്, എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് കേട്ടോ. നമ്മൾ അതിന് എന്ത് ചെയ്യാണ്, നമ്മൾ അതിനെ താഴേക്ക് വീഴ്ത്താൻ പോവാണ് അല്ലെ. ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്നും താഴേക്ക് വീഴുമ്പോൾ അതിന്റെ പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഏറ്റവും ഹൈറ്റിൽ ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് അതിന് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി മാക്സിന്റെ പീക്ക് വാല്യൂ ആയിരിക്കും. അവിടെയുള്ള അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. എന്നാൽ അതിങ്ങനെ താഴേക്ക് വരും തോറും, ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരുമ്പോൾ എന്നാൽ കൈനറ്റിക് എനർജി കൂടി വരും. അങ്ങനെ മിഡിലെത്തുന്ന സമയത്ത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും കേട്ടോ. രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഒരാൾ അല്ലെ എന്താണ് നമുക്കറിയാം, ഇവിടെ ഇപ്പം 100 വിചാരിച്ചോളൂ. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 100 ആണ്. താഴേക്ക് വരുന്നതോറും 99, 98 അങ്ങനെ കുറഞ്ഞ് ഒരു മിഡിലൊക്കെ എത്താകുമ്പോൾ എന്താകും, 50 ഒക്കെ ആകും. അങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ് 0 ആണ് ചെയ്യാം. എന്നാൽ നമ്മുടെ കൈനറ്റിക് എനർജിന്റെ കേസിൽ മുകളിൽ എന്താണ്, 0 ആണ്. അങ്ങനെ താഴേക്ക് വരുന്നതും 1, 2, 3 അങ്ങനെ കൂടി മിഡിൽ എത്തുമ്പോൾ ഒരു 50 ഒക്കെ ആവും. അങ്ങനെ വീണ്ടും കൂടി താഴെ എന്താകും, 100 ആകും. താഴെ അതിന് ടോപ്പും മുകളിലും 0 ആയിരിക്കും. സോ എന്താണ് നമ്മുടെ മിഡിൽ എന്താണ്, രണ്ടും എന്തായിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും. ഹാഫ് പൊട്ടൻഷ്യൽ ആൻഡ് ഹാഫ് കൈനറ്റിക് എനർജി. ഓക്കെ, സെറ്റ്. Next question. When a body falls freely towards earth, then its total energy remains constant. അല്ലെ, നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്നില്ല ടോട്ടൽ എനർജി എന്തായിരിക്കും, ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. സെറ്റ് ആണല്ലോ, റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വർക്ക് എനർജിയിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി, അതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടോപ്പിക്, അങ്ങനെ ഏതെങ്കിലും മറ്റുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് ക്വസ്റ്റ്യൻ അടക്കം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്.